back to Everything with Baby. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഹായ്ക്കുട്ടനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് ബോറായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഫുൾ റെസിപ്പിയും അതുപോലെ തന്നെ അളവുകളെല്ലാം സ്ക്രീനിൽ കൊടുക്കാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻ റിസൾട്ട് പക്കയായിരിക്കും കേട്ടോ. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാൻ പോവാണ്. കേക്കിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് 2 ബൗളിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇൻ ദി എൻഡ് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചാക്കും, അത്രേ ഉള്ളൂ. ഇളക്കോ ചെയ്യുന്നേ ഇടുന്നേ മമ്മ മിക്സ് ചെയ്യുവാണേ. പഞ്ചസാരയാ നമ്മുടെ കുട്ടി ഷെഫായ ഹായ്ക്കുട്ടനെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് ഇതുപോലെ വരാൻ പറ്റുള്ളൂ. ഹായ് ആണെങ്കിൽ നന്നായിട്ട് കുക്കിംഗ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ നിങ്ങൾ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എഗ്ഗാണോ? എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 1 by 1 ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. 2 എഗ്ഗ് ഉണ്ടല്ലേ? അമ്മ ഇളക്കുന്നുണ്ടോ? മിക്സ് ആയോ നോക്കിക്കേ. ദ ഹോൾ പ്രോസസ്സിൽ ഹായ്ക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഗ്ഗ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ മുട്ടയുടെ തൊണ്ട് മഞ്ഞമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇളക്കാനൊന്നും നമ്മൾ ഹായോട് പറയേണ്ട ആവശ്യമില്ല. ആൾക്കിപ്പോൾ അത് ശീലമായിട്ടുണ്ട്. പിടിച്ചോണേ. ഇടട്ടെ പയ്യെ പയ്യെ. ഇളക്കോ ഹായ്ക്കുട്ടൻ? ഇളക്കിക്കോ ഹായ്ക്കുട്ടൻ. ഇടുവാട്ടോ അമ്മ. ഹായാണ് ഇടുന്നത്. അപ്പം അമ്മ ഇളക്കട്ടെ എന്നാ. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം നിങ്ങൾ മിക്സ് ചെയ്യുമ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് പയ്യെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ ലംസ് ഫോം ചെയ്യും, കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഹായ്ക്കുട്ടൻ്റെ കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുറച്ച് കട്ടയൊക്കെ ആയിപ്പോയി. പക്ഷെ ഞാൻ അവസാനം അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ സ്റ്റെപ്പിൽ വെച്ച് കുറച്ച് മിൽക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹായ്ക്കുട്ടൻ മിക്സ് ചെയ്തപ്പം കുറേ പാലൊക്കെ അവിടെ ഇവിടെയും പോയായിരുന്നു. ബട്ട് ടോട്ടൽ 1 by 4 കപ്പ് മിൽക്ക് തന്നെ മതി കേട്ടോ. ഹായ്ക്കുട്ടന് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ്. ബിഗിനേഴ്സിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തും അതുപോലെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തും എടുക്കാം.
കഴിക്കാമല്ലോ, നമുക്ക് കേക്ക് ഉണ്ടാക്കട്ടെ. ഫിനിഷ്. ഇനി ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ നമ്മൾ 175 ഡിഗ്രിയിൽ 40 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്കിത് റെഡി ടു യൂസ് അല്ല, കുറച്ച് നേരം ഇരിക്കണം, എന്നാലാണ് ആ കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ സാധനം. അത്രയും കഷ്ടപ്പെട്ട് ഹായക്കുട്ടനെ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. പാവം ക്ഷമയോടുകൂടി എൻ്റെ കൂടെ നിന്നു. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.